സാധാരണയായി മൃഗങ്ങൾ സസ്യങ്ങളെ തിന്നുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ സസ്യങ്ങൾ മറ്റു ജീവികളെ തിന്നുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാമെങ്കിലും ഇതാണ് സത്യം. ഈ ലോകത്ത് ചില വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങൾ മാംസഭുക്കികളാണ്. മറ്റു ജീവികളുടെ രക്തം കുടിച്ചാണ് അവ ദാഹം തീർക്കുന്നത്. ജന്തുക്കളെയും പ്രാണികളെയും തിന്നുന്ന ഈ സസ്യങ്ങൾ പ്രകൃതി സഹജമായ ശീലങ്ങൾ ഉപേക്ഷിച്ച് എങ്ങനെയാണ് മാംസഭുക്കികളായി മാറിയതെന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി നൽകുമെന്ന് കരുതുന്നു. അതിനാൽ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ ഓൺ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മാംസഭുക്കികളായി മാറിയ ഈ സസ്യങ്ങൾ എങ്ങനെയാണ് പരിണമിച്ചതെന്ന് ചില ശാസ്ത്രജ്ഞർ ഗവേഷണം നടത്തി. ഇതിനായി 3 ആധുനിക മാംസഭോജി സസ്യങ്ങളുടെ ജീനോമും അനാറ്റമിയും തമ്മിൽ താരതമ്യം ചെയ്തു. ഈ പഠനത്തിലൂടെ നിരവധി രഹസ്യങ്ങൾ പുറത്തുവന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഭൂമിയിൽ ഡൈനോസോറുകളെ പോലുള്ള വലിയ ജീവികൾ ജീവിച്ചിരുന്ന കാലത്ത്, ചില സസ്യങ്ങളിലും മരങ്ങളിലും പെട്ടെന്ന് ജനിതക മാറ്റങ്ങൾ സംഭവിച്ചു. പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ടോ പോഷകാഹാരക്കുറവ് കൊണ്ടോ ആകാം ഇത് സംഭവിച്ചത്. ഈ സസ്യങ്ങൾ പ്രാണികളെയും ചെറുജീവികളെയും തിന്നാൻ തുടങ്ങി. കാലത്തിനൊപ്പം പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ കാരണം ഈ സസ്യങ്ങൾ സ്വന്തം ഭക്ഷണം എങ്ങനെയും കണ്ടെത്താൻ ശ്രമിച്ചു. ഇതിന്റെ ഫലമായി അവയുടെ ഇലകളിലും മറ്റു ഭാഗങ്ങളിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഈ പ്രക്രിയ പൂർത്തിയാകാനും സസ്യങ്ങൾ പൂർണ്ണമായും മാംസഭോജി സസ്യങ്ങളായി മാറാനും ആയിരക്കണക്കിന് വർഷങ്ങളെടുത്തു. എന്നാൽ ഈ മാറ്റം അവയ്ക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം. ഈ പ്രക്രിയയിലൂടെ ഈ സസ്യങ്ങൾ ഈ മാറ്റങ്ങളെ വളരെ നന്നായി ഉൾക്കൊണ്ടു. മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ തങ്ങളുടെ വർഗം പൂർണ്ണമായും വംശനാശം സംഭവിച്ച് ഇല്ലാതാകുമെന്ന് അവയ്ക്കറിയാമായിരുന്നു. മൃഗങ്ങളെയും പ്രാണികളെയും തിന്നുന്നതിലൂടെ പുതിയ പോഷകങ്ങൾ അവയ്ക്ക് ലഭിക്കാൻ തുടങ്ങി. ഇതിലൂടെ തങ്ങൾ ശരിയായ വഴിക്കാണ് പോകുന്നതെന്ന് അവർ കരുതി. ഇത്തരത്തിലുള്ള ധാരാളം സസ്യങ്ങളുണ്ട്. എങ്കിലും ഈ വീഡിയോയിൽ ഡ്രോസറേസി കുടുംബത്തിലെ 3 മാംസഭോജി സസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഈ സസ്യങ്ങളുടെ പ്രത്യേകത എന്തെന്നാൽ ഇവ മറ്റു ജീവികളെ ആക്രമിക്കാൻ ചലിക്കാറുണ്ട്. ഇവ പ്രാണികൾക്കും ഉറുമ്പുകൾക്കുമായി കാത്തിരിക്കുകയും അവ അടുത്തു വരുമ്പോൾ ആക്രമിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തേത് വീനസ് ഫ്ലൈട്രാപ്പ്. വീനസ് ഫ്ലൈട്രാപ്പ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ നോർത്ത്, സൗത്ത് കരോലിന എന്നിവിടങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇവയുടെ ജന്മദേശവും ഇതുതന്നെയാണ്. ഈ സ്ഥലം വളരെ ഈർപ്പമുള്ളതാണ്. ഈ സസ്യങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലമാണിത്. പോക്കിമോൺ കഥാപാത്രങ്ങളിൽ ഈ സസ്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചില കഥാപാത്രങ്ങളെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്നൊരു രസകരമായ വസ്തുതയുമുണ്ട്. മരങ്ങളും ചെടികളും എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? അതും പച്ചപ്പ് നിറഞ്ഞ സസ്യങ്ങളാണെങ്കിൽ കാണാൻ വളരെ മനോഹരമായിരിക്കും. എങ്കിലും അവയെ കണ്ടു വഞ്ചിക്കപ്പെടരുത്. ഇതിന്റെ മുള്ളുകളുള്ള ഇലകളൊന്നു നോക്കൂ. ഇത് ചില ജീവികൾക്ക് നരകം കാട്ടിക്കൊടുക്കും. ഇലകൾ തുറന്നിരിക്കുമ്പോൾ അതിന്റെ ആകർഷണത്തിൽപ്പെട്ട് ചെറിയ പ്രാണികളും പുഴുക്കളും വന്നു നിൽക്കും. രണ്ടാമത്തേത് സൺഡ്യൂ. നിങ്ങളിൽ ഭൂരിഭാഗം പേരും റോളർ ചീപ്പ് കണ്ടിട്ടുണ്ടാകും. അതിന്റെ മുള്ളുകളിൽ ചെറിയ കുമിളകളുണ്ടാകും. അവയുടെ സഹായത്തോടെ നമ്മുടെ മുടി എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് സൺഡ്യൂ സസ്യവും. ഇതൊരു ചെറിയ വിത്തിൽ നിന്ന് നമ്മുടെ കൈയോളം നീളത്തിൽ വളരും. റോളർ ചീപ്പിൽ ചെറിയ കുമിളകളുള്ളതുപോലെ ഈ സസ്യത്തിന്റെ തലപ്പത്തും ചെറിയ കുമിളകളുണ്ടാകും. ഈ കുമിളകളിൽ വെള്ളവും കോംപ്ലക്സ് ഷുഗറും അടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയാണ് ഇവ പ്രാണികളെ ആകർഷിക്കുന്നത്. പുഴുക്കൾ ഈ ഷുഗർ തുള്ളികൾ കുടിക്കാൻ സസ്യത്തിൽ വന്നിരിക്കുന്നു. അപകടം മനസ്സിലാകുന്നതിനു മുൻപ് സസ്യം ആ പ്രാണിയെ വലിഞ്ഞു മുറുക്കി കഴിയും. ആ പുഴുവിനു പിന്നെ ജീവനോടെ ഇരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ധാരാളം സസ്യങ്ങളുണ്ട്. ഇവ ചെറിയ പ്രാണികളെ വലയിലാക്കി കൊന്നു തിന്നുന്നു. എന്നാൽ ഈ വിഭാഗത്തിൽ ഏറ്റവും അപകടകാരിയായത് സൺഡ്യൂ സസ്യമാണ്. കാരണം ഇതിൽ വന്നിരിക്കുന്ന പ്രാണിയെ പൂർണ്ണമായും ഇത് കീഴടക്കുന്നു. മണിക്കൂറുകളോളം അവയെ പിടിച്ചുവച്ച് ശ്വാസം മുട്ടിക്കുന്നു. പ്രാണികൾ ചത്തതിനു ശേഷം അതിലെ പോഷകങ്ങൾ പൂർണ്ണമായും വലിച്ചെടുക്കുന്നതുവരെ അവയെ വിടില്ല. മറ്റൊരത്ഭുതകരമായ കാര്യമെന്നാൽ അതിലിരിക്കുന്ന പ്രാണികളുടെ ചലനമറിയാൻ ഇതിന് കഴിയും. അതായത് അത് ചത്തതാണോ ജീവനുള്ളതാണോ എന്ന് തിരിച്ചറിയാം. നമ്മൾ തലച്ചോർ ഉപയോഗിക്കുന്നത് പോലെ ഈ സസ്യവും ഇലക്ട്രിക് സിഗ്നലിന്റെ സഹായത്തോടെ ചെറിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കുന്നു. ഈ സിഗ്നലുകളെ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. മൂന്നാമത്തേത് വാട്ടർ വീൽ പ്ലാന്റ്. ഇത് കാടുകളിൽ വളരുന്ന ഒരുതരം പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യമാണ്. ഇതും സൺഡ്യൂ കുടുംബത്തിൽപ്പെട്ടതാണ്. പുഴയോരങ്ങളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത്. ഇതൊരു അപൂർവ സസ്യമാണ്, ഒപ്പം കാണാൻ വളരെ മനോഹരവുമാണ്. ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിന്റെ ഇലകൾ ഒരു നിരയിൽ ഒരേ സമയം 5-6 എണ്ണം വട്ടത്തിൽ വളരുന്നു. ഇതൊരു രീതിയിൽ ഐഡന്റിക്കൽ ആണെന്ന് തന്നെ പറയാം. നിങ്ങൾ തന്നെ നോക്കൂ, ഈ സസ്യം എങ്ങനെയാണ് ഒരു കൊതുകിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ന്.
ഈ സസ്യം മനുഷ്യർക്ക് ഹെൽത്തി ഫുഡാണെന്ന് പറയാം. വാട്ടർ വീൽ പ്ലാന്റുകൾ മിക്കവാറും എല്ലാ ദ്വീപുകളിലും വളരുന്നു. എങ്ങനെയുള്ള പ്രദേശമാണെങ്കിലും അതിനെ എളുപ്പത്തിൽ ആക്രമിച്ച് കീഴടക്കാൻ ഇതിന് കഴിയും. ഈ സസ്യങ്ങളിൽ അണ്ടർ വാട്ടർ ഫ്ലാപ്പുകൾ ഉണ്ടാകും. ഇവ ചെറിയ സമുദ്രജീവികളെ പിടികൂടാൻ സഹായിക്കുകയും അവയെ കൊല്ലുകയും ചെയ്യുന്നു. ഇത്തരം അപകടകാരികളായ സസ്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയപ്പോൾ മാംസഭോജി സസ്യങ്ങളെക്കുറിച്ച് നമ്മൾ 3 കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കണം. ഇവ എങ്ങനെയാണ് ഈ രീതിയിൽ മാറിയത് എന്ന്. ആദ്യഘട്ടത്തിൽ ഏകദേശം 70 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഈ ആധുനിക മാംസഭോജി സസ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് പൂർണ്ണമായും ജീനോം ഡ്യൂപ്ലിക്കേഷൻ സംഭവിച്ചു. ഇതിലൂടെ ഒരു പുതിയ തരം DNA രൂപപ്പെട്ടു. ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് DNA എന്ന് വിളിക്കാം. ഈ ഡ്യൂപ്ലിക്കേറ്റ് DNA മാംസഭോജി സസ്യങ്ങളുടെ ഇലകളെയും വേരുകളെയും പൂർണ്ണമായി മാറ്റിമറിച്ചു. ഈ കാരണം കൊണ്ടാണ് പുതിയ DNA ഉള്ള ഈ സസ്യങ്ങൾ വിചിത്രമായി പെരുമാറാൻ തുടങ്ങിയതും പുതിയ രൂപത്തിലേക്ക് മാറിയതും. അങ്ങനെ ചില വിഭാഗം സസ്യങ്ങളുടെ ഇലകൾ ഒരുതരം വലയുടെ ആകൃതിയിലായി മാറാൻ തുടങ്ങി. ഇതിൽ ചെറിയ പ്രാണികളെ കുടുക്കി അവയുടെ പ്രാണനെടുത്ത് തിന്നുന്നു. കാരണം മാംസഭോജി സസ്യങ്ങൾ പോഷകങ്ങളും അബ്സോർപ്ഷൻ പ്രക്രിയയും ജീനുകളിലൂടെ കൺട്രോൾ ചെയ്യുന്നു. ഇനി മാംസഭോജി സസ്യങ്ങളുടെ യാത്രയിൽ 2ാം ഘട്ടം എങ്ങനെ തുടങ്ങിയെന്നാൽ, ഈ സസ്യങ്ങൾക്ക് പ്രാണികളിൽ നിന്ന് പുതിയ പോഷകങ്ങൾ ലഭിച്ചു തുടങ്ങിയപ്പോൾ ഏതൊക്കെ ജീനുകളാണോ മാംസഭോജി സസ്യങ്ങൾക്ക് പോഷകങ്ങൾ നൽകിയിരുന്നത് അവ ലഭിക്കാതായതോടെ പതുക്കെ അവയുടെ റൂട്ട് ക്ലിയറായി തുടങ്ങി. ഇതിലൂടെ അവ ആദ്യം ഏത് രീതിയിലാണ് പരിസ്ഥിതിക്കനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊണ്ടിരുന്നത് അത് സാധ്യമാകാതെ പതുക്കെ അപ്രത്യക്ഷമായി തുടങ്ങി. ഇതും ഒരു രീതിയിൽ പുതിയ സൃഷ്ടിയുടെ തുടക്കമാണെന്ന് പറയാം. അക്വാറ്റിക് വാട്ടർ വീൽ പ്ലാന്റുകളുടെ സീഡ്ലിങ്ങുകളിൽ നിന്ന് പ്രോ റൂട്ട് ഫോം ആയതുപോലെ. എന്നാൽ ഈ വേരുകൾ കൂടുതൽ വലുതായി വളരില്ല. ഇതിലൂടെ അവ പതുക്കെ പൂർണ്ണമായി അപ്രത്യക്ഷമായി. ആദ്യം ഈ വിഷയം അത്ഭുതപ്പെടുത്തിയെങ്കിലും 2013 ശാസ്ത്രജ്ഞർ നടത്തിയ ഒരു ഗവേഷണത്തിലാണ് ഇതേക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. 2 മാംസഭോജി സസ്യങ്ങളിൽ അവർ നടത്തിയ പരീക്ഷണങ്ങളിലും ഇതേ ഫലമാണ് കണ്ടത്. മാംസഭോജി സസ്യങ്ങളുടെ പരിണാമത്തിന്റെ 3ാം ഘട്ടത്തിൽ ഈ സസ്യങ്ങൾക്ക് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങളുടെ ഭാഗമായി തങ്ങളിൽ നിരവധി മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതെന്തെന്നാൽ കൊമ്പുകളും ഇലകളും വല പോലെ രൂപപ്പെട്ടു എന്നതാണ്. ഇലകൾ ഈ രീതിയിൽ മാറാൻ ആവശ്യമായ പോഷകങ്ങൾ അവ മണ്ണിൽ നിന്നാണ് എടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അതേ പോഷകങ്ങൾ പ്രാണികളെ ആകർഷിക്കാനും ആവശ്യമായ എൻസൈമുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. അങ്ങനെ കാലത്തിനനുസരിച്ച് ഈ സസ്യങ്ങൾ മാറി. മാംസഭോജി സസ്യങ്ങളുടെ ഇലകളിലും തണ്ടുകളിലുമുള്ള ഓരോ പോഷക പദാർത്ഥവും ഒരു മാംസഭുക്കിയായ മൃഗത്തിന് അത്യാവശ്യമാണ്. പ്രകൃതിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാൻ കഴിയും എന്നതിന് ഉദാഹരണമാണ് ഈ സസ്യങ്ങൾ. മുൻപ് പൂർണ്ണമായും സസ്യഭുക്കികളായിരുന്ന ഇവ സാധാരണ സസ്യങ്ങളെപ്പോലെയാണ് വളർന്നിരുന്നത്. എന്നാൽ കാലത്തിനനുസരിച്ച് തന്നിൽ മാറ്റങ്ങൾ വരുത്തുന്നവനാണ് വിജയം നേടുന്നത്. എങ്ങനെയാണോ ഈ സസ്യങ്ങൾ സസ്യഭുക്കികളിൽ നിന്നും മാംസഭുക്കികളായി മാറിയത് അതുപോലെ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ഈ മാംസഭോജി സസ്യങ്ങളുടെ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ ഓൺ ചെയ്യുകയും ചെയ്യുക. വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി.